മലങ്കര സഭയിൽ ഏറെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി ആഘോഷിക്കുന്ന ഒരു തിരുനാളാണല്ലോ പരിശുദ്ധ കന്യകമറിയത്തിന്റെ ജനന തിരുനാൾ. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ അമ്മയാണവൾ, ദൈവമാതാവ്. പരിശുദ്ധ ജനനിയുടെ തിരുനാളില്ലെങ്കിൽ ക്രിസ്തുമസും ഉണ്ടാകുകയില്ലല്ലോ. യഹൂദരായിരുന്ന യോവാക്കീം ഹന്ന ദമ്പതികൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. വളരെയധികം അപമാനവും വേദനയും സഹിച്ച അവർ അതിതീക്ഷ്ണമായി ദൈവത്തോട് ഒരു കുഞ്ഞിനായി കേണു പ്രാർത്ഥിച്ചു. ഒടുവിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു കുഞ്ഞു ജനിക്കും എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അങ്ങനെ ദൈവവചനത്താൽ ഉണ്ടായതാണ് പരിശുദ്ധ മറിയം. മാംസത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ഏറ്റവും പരിശുദ്ധയായാണ് അവൾ ജനിച്ചത്. അമലോത്ഭയായ മറിയം ജന്മപാപമില്ലാത്തവൾ. 1854 പിയൂസ് 9 മാർപ്പാപ്പ മറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധരിൽ പരിശുദ്ധനായ തന്റെ പ്രിയപുത്രന് വന്നു പിറക്കുവാൻ പിതാവായ ദൈവം ലോക സൃഷ്ടി മുതൽ തെരഞ്ഞെടുത്തത് പരിശുദ്ധ മറിയത്തെയാണ്. പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ സാക്ഷിക്കുന്നില്ല. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോക്രിഫൻ ഗ്രന്ഥമായ വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷത്തിൽ നിന്ന്. സഭയിൽ സാധാരണയായി വിശുദ്ധരുടെ മരണത്തിരുന്നാളാണ് ആഘോഷിക്കുന്നത്. 3 പേരുടെ മാത്രമേ ജനന തിരുനാൾ ആഘോഷിക്കുന്നുള്ളൂ: യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും സ്നാപയോഹന്നാന്റെയും. കാരണം രക്ഷാകര ചരിത്രത്തിൽ ഇവർ 3 പേരും വഹിച്ച പങ്ക് നിസ്സീമമാണ്. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1 അധ്യായം 48 തിരുവചനം. ഇത് സൂചിപ്പിക്കുന്നത് മറിയത്തിന്റെ എളിമയെ കടാക്ഷിച്ചു എന്നല്ല, പ്രത്യുത മറിയമായിരിക്കുന്ന താഴ്മയുടെ അവസ്ഥയെ കടാക്ഷിച്ചു എന്നാണ്. തീർച്ചയായും ദൈവം കടാക്ഷിക്കുമെങ്കിൽ അവൾ ഏറ്റവും എളിമയുള്ളവൾ തന്നെ ആയിരിക്കണം. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അമ്മയും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവും ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയും ആകുക എന്നതായിരുന്നു പരിശുദ്ധ കന്യകമറിയത്തിന്റെ ജനനത്തിന്റെ ലക്ഷ്യം. തന്റെ പുത്രനിലൂടെ അനന്തമായ യോഗ്യതകളാൽ സമ്പന്നയായവൾ കുറ്റമറ്റ രീതിയിൽ ഗർഭം ധരിച്ച് പാപലേശമേശാതെ കൃപ നിറഞ്ഞവളായി ജനിച്ചു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി എന്ന നിലയിൽ അവൾ മനുഷ്യരാശിയിലേക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു രക്ഷയുടെ പൂർണ്ണത കൈവരിച്ചുവെങ്കിൽ മറിയം അതിന്റെ പ്രഭാതമാണ്. നിന്നെ പ്രസവിച്ച മറിയാമും എന്നുള്ള പരിശുദ്ധ കുർബാനയിലെ പ്രാരംഭ പ്രാർത്ഥന മറിയത്തിന്റെ ജനനത്തെ നമ്മുടെ രക്ഷയുടെ പ്രഭാതമായി പരാമർശിക്കുന്നു. സമാധാനത്തിന്റെ വർധനവിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും മറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും ലോകമെമ്പാടും സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു